മഞ്ചേശ്വരം നിയമസഭാ തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കുറ്റവിമുക്തൻ. കെ സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പ്രതികൾ നൽകിയ വിടുതൽ ഹർജി ജില്ലാ സെഷൻസ് കോടതി അംഗീകരിച്ചു. സത്യം ജയിച്ചെന്നും കെട്ടിച്ചമച്ച കേസാണിതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങളുമായി. അരുൺ, ഇതിൽ അഭിഭാഷകൻ പറഞ്ഞത് പ്രഥമ ദൃഷ്ട്യാ തന്നെ കഴമ്പില്ലാത്ത കേസാണ് എന്നത് കോടതിക്ക് ബോധ്യപ്പെട്ടു. ഒരു വിചാരണയിലേക്ക് പോകേണ്ട കാര്യം പോലുമില്ല എന്ന തരത്തിലേക്ക് കോടതി വ്യക്തമാക്കുന്നത് എന്താണ്? അനുജ, ഇന്ന് പ്രധാനമായും കോടതി പരിഗണിച്ചത് ഈ കേസ് വിചാരണ വേളയിലേക്ക് പോകേണ്ടതുണ്ടോ എന്നതായിരുന്നു. അതായത് പ്രോസിക്യൂഷനും പോലീസും സമർപ്പിച്ച തെളിവുകളെല്ലാം നിലനിൽക്കുന്നതാണോ എന്ന് കോടതി പരിശോധിച്ചു. അതിനുശേഷമാണിപ്പോൾ കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട വിധി പറഞ്ഞിരിക്കുന്നത്. കെ സുരേന്ദ്രൻ നേരത്തെ വിടുതൽ ഹർജി കേസിൽ താനും കൂടെയുള്ള 5 പ്രതികളും കുറ്റക്കാരല്ലെന്നും ഇത്തരമൊരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ലെന്നും കാണിച്ച് കോടതിയെ സമീപിച്ചിരുന്നു, ഹർജി നൽകിയിരുന്നു. ആ ഹർജിയാണ് ഇന്നിപ്പോൾ കോടതി പരിഗണിച്ചിരിക്കുന്നത്. കെ സുരേന്ദ്രൻ്റെ ചീഫ് ഏജന്റായിരുന്ന ബി.ജെ.പി മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബാലകൃഷ്ണ ഷെട്ടി, യുവമോർച്ച മുൻ സംസ്ഥാന ട്രഷറർ സുനിൽ നായിക്ക്, കെ മണികണ്ഠ റായ്, വൈ സുരേഷ്, ലോകേഷ് നോഡ എന്നിവരെയാണിപ്പോൾ കോടതി, ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. ഈ കേസ് നിലനിൽക്കില്ലെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. കെ സുരേന്ദ്രനും മറ്റ് 5 പ്രതികളും ഈ കേസുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ലെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട വിധിപ്പകർപ്പ് ലഭിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും കൂടുതൽ വിവരങ്ങൾ, അതായത് കോടതി മറ്റേതെങ്കിലും ഭാഗങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ നൽകിയ തെളിവുകൾ അത് അപര്യാപ്തമാണോ എന്നതൊക്കെ തന്നെ കോടതി വിശദമായി വിധിപ്പകർപ്പിലുണ്ട്. ആ വിധിപ്പകർപ്പ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. വിധിപ്പകർപ്പ് ലഭിച്ചാൽ മാത്രമേ അത്തരമൊരു കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തത വരുത്താൻ കഴിയൂ. എന്തായാലും കോടതി ഒറ്റവാക്കിൽ തന്നെ ഈ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 6 പ്രതികളെയും വെറുതെ വിട്ടു എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഈ കേസ് നിലനിൽക്കുന്ന കോടതി കണ്ടെത്തിയിരിക്കുന്നു. കെ സുരേന്ദ്രൻ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചത് സത്യം ജയിച്ചു, അതായത് ഇതൊരു ഗൂഢാലോചന കേസാണ്, ഇത് LDF കെട്ടിച്ചമച്ചതാണ്. LDF സ്ഥാനാർത്ഥി, അന്നത്തെ മഞ്ചേശ്വരം LDF സ്ഥാനാർത്ഥിയായിരുന്ന VV രമേശിനാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി കോടതിയിൽ സമർപ്പിച്ചത്. ഈ കേസിൽ വാദിഭാഗത്തുള്ള കെ സുന്ദര BSP സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹം പോലും ഈ കേസുമായി ബന്ധപ്പെട്ട മുന്നോട്ട് വന്നിട്ടില്ല. LDF ആണ് ഇതിന് പുറകിൽ. മാത്രമല്ല, ഇതിലൊരു CPM കോൺഗ്രസ് ലീഗ് അവിശുദ്ധ കൂട്ടുകെട്ടുകൂടി ഈ കേസിന് പുറകിലുണ്ട് എന്നും കെ സുരേന്ദ്രൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗൂഢാലോചനയാണ് കേസിന് പിന്നിൽ എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. കോടതിക്ക് ബോധ്യപ്പെട്ടു, കഴമ്പില്ല എന്നത് കോടതിക്ക് ബോധ്യപ്പെട്ടു, സത്യം ജയിച്ചു എന്നതായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം.